നമ്മൾക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം പറഞ്ഞ് ഞാൻ മുമ്പാകെ ഇരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. തിമോഥെയോസിന്റെ രണ്ടാമത്തെ ലേഖനം 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള ആണെങ്കിൽ സവർണമാരുടെ ദൈവം വായിച്ച് സഹായകമെന്ന് ഓർപ്പിക്കുകയാണ്. 2 Timothy chapter 1 verse 16 to 18. The Lord grant mercy to the house of Onesiphorus, for he often refreshed me and was not ashamed of my chains. But when he was in Rome, he eagerly searched for me and found me. The Lord granted him to find mercy from the Lord on that day, and you know very well what services he rendered at Ephesus. Also, chapter 4, verse 19. With Prisca and Aquila, the household of ഇവിടെ നമുക്ക് ഈ 2 തിമോഥെയോസ് ഈ നാം വായിച്ച ഭാഗത്ത് ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. ഒനേസിഫോറസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ നമുക്കിവിടെ കാണുവാൻ കഴിയും. പൗലോസ് അതിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ നമുക്കിവിടെ കാണുവാൻ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ വ്യക്തിയെ കുറിച്ചുള്ള തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള 1-2 വാക്യങ്ങൾ 3-4 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ദൈവത്തെ ജീവിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം 2 തിമോഥെയോസിന്റെ ചരിത്രം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണെങ്കിൽ, നീറോ ചക്രവർത്തി വീണ്ടും ക്രിസ്ത്യാനികൾക്ക് ഇതിന്റെ പീഡനം അവിടെ വീണ്ടും അഴിച്ചുവിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് വീണ്ടും താൻ കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കപ്പെടുന്ന ഒരു ചിത്രം നമുക്ക് ഇതിന്റെ പ്രിഫേസ് വായിച്ച നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തന്റെ 1-ാമത്തെ കാരാഗ്രഹ വാസം ദീർഘം അത് താൻ ഒരു വീട്ടു തടങ്കലിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ 2-ാമത്തെ ഈ കാരാഗ്രഹവാസത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് തന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അത് ഒരു വളരെ പീഡനപരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് പൗലോസ് കടന്നു പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 4-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾക്ക് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു, താൻ മരിക്കുവാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ താൻ അധികം താമസിക്കാതെ താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് പോകുന്ന വളരെ പീഡനത്തിലൂടെ വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് താൻ ഓർപ്പിക്കുകയാണ്, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോറസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാണ്. ഈ ഒനേസിഫോറസിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾക്ക് പ്രായോഗികമാക്കുവാൻ, മനസ്സിലാക്കുവാൻ, നമ്മൾക്ക് വരും ദിവസങ്ങളിൽ അത് പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരുവാനായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഒനേസിഫോറസിനെ അവന്റെ ദയയും അവന്റെ ഹോസ്പിറ്റാലിറ്റിയെയും അവന്റെ കരുണയെയും കുറിച്ച് വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ പറയുന്ന വാക്കുകളാണ് നാം ഇവിടെ വായിച്ചത്. 16-ാമത്തെ വാക്യത്തിൽ പലപ്പോഴും എന്റെ ഹൃദയത്തെ തണുപ്പിച്ചവനായ ഒനേസിഫോറസ്. ഇവിടെ പലപ്പോഴും പലരുടെയും ഹൃദയത്തെ തണുപ്പിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ പലരെയും ആ നിലയിൽ നിലനിർത്തിയ വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. എന്നാൽ പൗലോസിന്റെ ഈ അവസ്ഥയിൽ തന്നെ പല തണുപ്പിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് താൻ ഈ വാക്കുകൾ പറയുവാനായിട്ട് ഉള്ള സാഹചര്യം നമുക്കതിന്റെ വാക്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, തന്റെ ഈ അവസ്ഥയിൽ പലരും തന്നെ വിട്ട് പോകുന്ന ഒരു ചിത്രം നമുക്ക് അവിടെ കാണാൻ കഴിയും. ഹി വാസ് ഡെസേർട്ടഡ്. ഇവിടെ നമ്മൾക്ക് നമ്മുടെ മാനുഷികമായ നിലകളിൽ നമ്മൾക്ക് ഈ നിലകളിൽ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് പല സമയങ്ങളിൽ നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മോട് കൂടെ ഉണ്ടാകും. ജീവിതത്തിന്റെ പല തുറകളിൽ നമ്മോടുകൂടെ പലരും ഇപ്പോഴും ഉണ്ടാകും. നമ്മൾക്ക് അത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ കൂടെ അനേകം പേര് നമ്മുടെ സുഹൃത്തുക്കളായിട്ട്, നമ്മുടെ കൂട്ടുകാരായിട്ട് നമ്മളോടുകൂടെ എപ്പോഴും
നമ്മുടെ കൂടെ ചേർന്ന് നടക്കുന്നവര് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. യുവാക്കളും പ്രായമുള്ളവരും ഒക്കെ ആ നിലയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്നവർ. എന്നാൽ ജീവിതത്തിന്റെ ചില പ്രത്യേക ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ എത്ര പേര് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ വാക്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത് അതാണ്. അപ്പോസ്തലനായ പൗലോസ് താൻ ആയിരിക്കുന്ന ഈ പ്രത്യേകമായ അവസ്ഥയിൽ അവിടെയും തനിക്ക് പറയുവാനായിട്ട്, ഈ വ്യക്തിയെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്, അവൻ എന്റെ ഹൃദയത്തെ തണുപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരുടെ ഹൃദയത്തെ തണുപ്പിക്കുവാനായിട്ട് കഴിയുന്നു. അതോ അത് റിയലി ഗിവിംഗ് കംഫോർട്ട്, അതോ നമ്മൾ അവരുടെ ജീവിതത്തിൽ ആ പ്രശ്നത്തിന് മുകളിൽ നമ്മള് ആ ഫയറിലേക്ക് വീണ്ടും ഓയിൽ ആഡ് ചെയ്യുകയാണ്. നമ്മൾക്ക് ഒന്ന് ഈ നിലകളിൽ ചിന്തിക്കുവാനായിട്ട് ഇടയാകട്ടെ. അപ്പോൾ തന്നെ പൗലോസ് ഇവിടെ 5 നിലകളിൽ തന്റെ ഈ ഒനേസിഫറോസിന്റെ ശുശ്രൂഷയെ താനിവിടെ ഓർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, തന്നെ തണുപ്പിച്ച ഒരു വ്യക്തിയായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഒനേസിഫറോസിനെ കുറിച്ച് പറയുന്നു. രണ്ടാമതായിട്ട് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്, എന്നെ കുറിച്ച് ലജ്ജയില്ല എന്ന് താൻ പറയുന്നതായിട്ട് നാം കാണും. താൻ ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് താൻ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, താൻ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ തന്നെ കുറിച്ച് ലജ്ജയില്ലാത്ത ഒരു ഒനേസിഫറോസിനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. നാം അവിടെ തുറന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്, അപ്പോസ്തലനായ പൗലോസ് ഒനേസിഫറോസിനെ കുറിച്ച് ഓർക്കുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്നെ തിരയുന്ന ഒരു ഒനേസിഫറോസ്. നാലാമതായിട്ട് നാം കാണുന്നത്, എന്നെ കണ്ടെത്തി എന്ന് താൻ പറയുക, തിരഞ്ഞു കണ്ടെത്തുകയാണ്. കാരണം താൻ ഏത് കാലഘട്ടത്തിലാണ്, എവിടെയാണ് എന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ തന്നെ തിരഞ്ഞു പോകുന്ന, പൗലോസിനെ തിരഞ്ഞു പോകുന്ന ഒരു ഒനേസിഫറോസിനെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. തന്നെ തിരഞ്ഞ് കണ്ടെത്തുന്ന ഒരു ഒനേസിഫറോസ്. അത് മാത്രമല്ല, തന്നെ കുറിച്ച് താൻ പറയുന്നത്, എനിക്ക് ശുശ്രൂഷ ചെയ്ത വ്യക്തി എന്ന് അവിടെ പറയും. പ്രിയപ്പെട്ടവരെ, ഈ ഒനേസിഫറോസിന്റെ ജീവിതം, ഈ ഒനേസിഫറോസിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കുകൾ നമ്മെ കുറിച്ച്, ഓരോരുത്തരെ കുറിച്ചും മറ്റുള്ളവർക്ക് പറയാനായിട്ട് കഴിയുന്നു. ഈ ഒനേസിഫറോസ് നമ്മളിലൂടെ ജീവിക്കുവാനായിട്ട്, നമ്മളിലൂടെ അത് മറ്റുള്ളവർക്ക് ആ നിലയിൽ കാണിക്കപ്പെടുവാനായിട്ട് ഇടയാകുന്നുണ്ടോ എന്ന ഈ വചനത്തിന് മുമ്പാകെ നാം ഇരിക്കുമ്പോൾ നമ്മെ തന്നെ ശോധന ചെയ്യുവാനായിട്ട് ഇടയാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം, എന്റെയും ജീവിതം, ഈ വാക്കുകൾ പറയുമ്പോൾ ഇത് എന്നെ കുറിച്ച് കൂടെയാണ് ചേർത്താണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഏത് നിലകളിലാണ് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുന്നുണ്ട്? ഈ നിലകളിൽ നാം ഈ കാലഘട്ടത്തിൽ നാം വളരെ ശ്രദ്ധേയമായി നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവരെ തണുപ്പിക്കുവാനായിട്ട്, മറ്റുള്ളവരെ കുറിച്ച് ലജ്ജയില്ലാതെ അവരുടെ അടുത്തേക്ക് പോകുവാനായിട്ട് നമ്മൾക്ക് ഇടയാകും. അതോ നമ്മുടേതായ കംഫോർട്ട് സോണിൽ, നമ്മുടേതായ ആ സ്ക്വയറിൽ നാം നിൽക്കുകയാണ്. അവരായിരിക്കുന്ന ആ സ്ഥാനത്തേക്ക്, അവരുടെ അവസ്ഥയിലേക്ക്, ചിലപ്പോൾ നമ്മുടെ കുടുംബസഹോദരങ്ങൾ വളരെ പ്രയാസത്തിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ജനത്തിലൂടെയും കഷ്ടതയിലൂടെയും പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റെയും ഒക്കെ അവസ്ഥയിൽ അവരായിരിക്കും. എന്നാൽ അവരുടെ ആ അവസ്ഥയിലേക്ക് അവരോട് കൂടെ ചെല്ലുവാനായിട്ട് വിശ്വാസികളായ നമ്മൾക്ക് ഈ ഒനേസിഫറോസിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടുവാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റുള്ളവരെ തിരഞ്ഞ് കണ്ടെത്തുവാനായിട്ട് പലപ്പോഴും നാം വിശ്വാസികളായ നാം മറ്റുള്ളവരെ തിരഞ്ഞു കണ്ടെത്തുവാനായിട്ട് നാം ശ്രമിക്കാറുണ്ട്. നമ്മൾക്ക് പലപ്പോഴും നമ്മൾ അതിനുവേണ്ടി ഒന്നും മെനക്കെടാറില്ല. കാരണം യോഗത്തിൽ വരാനുള്ളവര് യോഗത്തിന് വേണേ വന്നോട്ടെ, വിശ്വസിച്ച ഒരു വ്യക്തി, സ്നാനപ്പെട്ട സഭയോട് ചേർന്ന ഒരു വ്യക്തി, അവൻ യോഗത്തിന് വരണം എന്നുള്ളത് അവൻ ഉത്തരവാദിത്വം എന്നാണൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതൊക്കെ ശരിയാണ്, കറക്റ്റാണ്. എന്നാൽ മറ്റുള്ളവരെ പോയി കാണുവാനും, അവരെ തിരഞ്ഞു കണ്ടെത്തുവാനും, അവരെ പ്രോത്സാഹിപ്പിക്കുവാനും, അവരെ കൂട്ടിക്കൊണ്ടുവരുവാനും, അവരെ ചേർത്ത് നിർത്തുവാനുമായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ നമ്മൾക്ക് ഇടയാകട്ടെ. മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ഇടയാകുന്നുണ്ട്. ഇവിടെ നാം വായിച്ച ഈ വാക്ക് എന്ന് പറയുന്നത്, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫറോസ്. ദിസ് ഈസ് എ മിനിസ്ട്രി ഓഫ് റിഫ്രഷ്മെന്റ്. ഇങ്ങനെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ലേ വായിക്കുന്നത്, റിഫ്രഷ് മീ. നമ്മൾക്ക് മറ്റുള്ളവരെ റിഫ്രഷ് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ അവരെ
നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ അപ്രോച്ചുകൾ ഒക്കെ ആ നിലയിൽ തണുപ്പ് പകരുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ഈ ചൂടത്തെ, ഇത്രയുള്ള ഈ ചൂടിന്റെ സമയത്ത് നമുക്ക് ഇപ്പൊ ഒരു ജ്യൂസ് കിട്ടിയാൽ എത്രമാത്രം നമുക്ക് തണുപ്പുണ്ടായി, നമുക്ക് വളരെ കുളിർമയുണ്ടാകും. ആ അനുഭവമാണ് നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ഇടപാടുകളിലൂടെ, നമ്മുടെ സാമീപ്യം മൂലം വേറൊരു വ്യക്തിക്ക് ലഭിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകളിൽ, കഴിഞ്ഞ നാടുകളിൽ ക്രിസ്തീയ ഗോളത്തിൽ ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ്, ബ്രദറൻ ഗോളത്തിൽ ഈ തണുപ്പിക്കലിന്റെ അനുഭവം ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രദറുകാരായ നാം വളരെ ഇരുന്ന് ചിന്തിക്കേണ്ട സമയമാണ്. ആർ വി റിയലി റിഫ്രഷിംഗ് അതേഴ്സ്? നമ്മുടെ ജീവിതം, നമ്മുടെ യുവാക്കൾ, നമ്മുടെ വരുന്ന തലമുറകൾ, അവരൊക്കെ നമ്മെ കണ്ടുകൊണ്ടാണ് മുമ്പോട്ട് വരുന്നത്. നാം പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെയായിരുന്നു, നമ്മുടെ മാതാക്കൾ ഇങ്ങനെയായിരുന്നു, അവർ മുട്ടിന്മേൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി കരുതുകയും അവർ ദൈവ നാമത്തിന് വേണ്ടി അവർ നിൽക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് നാം ഊറ്റം കൊള്ളാറുള്ളവരാണ്. എന്നാൽ നമ്മുടെ അടുത്ത തലമുറ ഈ വാക്കുകൾ നമ്മെ കുറിച്ച് പറയുവാനായിട്ട് കഴിയുന്നുണ്ടോ? അത് അവരുടെ കുഴപ്പമല്ല, അത് നമ്മുടെ കുഴപ്പം. വരും ദിവസങ്ങളിൽ മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ളവരെ, മറ്റുള്ളവരെ തണുപ്പിക്കുന്നവരായിട്ട് നമ്മുടെ ജീവിതം തീരുമാനമായിട്ട് ഇടയാകട്ടെ. ഇവിടെ ഒന്നാമതായിട്ട് ഒരു കാര്യം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, we must reach out to those in need. ഒന്നാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലാണ് അതാണ് നാം കണ്ടത്. അവിടെ നാം വായിക്കുന്നത്, അവന്റെ ചങ്ങലയെ കുറിച്ച് ലജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. പ്രിയപ്പെട്ടവർ, ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്, ഈ തണുപ്പിക്കലിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്, ഇത് തിരഞ്ഞു കണ്ടെത്തേണ്ട ഒരു ശുശ്രൂഷയാണ്. നമുക്ക് ഈ ഒനേസിഫോറസിന്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നമ്മൾക്ക് ചിന്തിക്കുകയാണെങ്കിൽ, ഈ പൗലോസ് അവനായിരിക്കുന്ന കാരാഗൃഹം, അവനായിരിക്കുന്ന ജയില് എവിടെയാണെന്ന് നമ്മൾക്കറിയത്തില്ല. എന്നാൽ അവനെ പോയി തിരഞ്ഞു കണ്ടെത്തുന്ന, തന്റെ ജീവിതം റിസ്ക് ചെയ്തുകൊണ്ട് തന്നെ തിരയുന്ന ഒരു ഒനേസിഫോറസിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ തിരയുമ്പോൾ, മറ്റുള്ളവരെ നാം അന്വേഷിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ ജീവിതം റിസ്കിലേക്ക് ഒരുപക്ഷെ പോയെന്ന് വന്നേക്കാം. എന്നാൽ ഈ ഒനേസിഫോറസിനെ പോലെ ധൈര്യമുള്ളവരായി മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. അവരെ കാണുവാൻ, അവരെ അന്വേഷിക്കുവാൻ, അവരെ തിരഞ്ഞെടുക്കുവാൻ, കണ്ടെത്തുവാൻ നമ്മൾക്ക് ഇടയാകട്ടെ. ഞാൻ നേരത്തെ ഓർമ്മിച്ചു, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നാം ഓർക്കുകയുണ്ടായി. ഇങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഞാൻ വായിച്ചത്. ഇൻ ടൈംസ് ഓഫ് പ്രോസ്പെരിറ്റി അവർ ഫ്രണ്ട്സ് നോസ് us, ബട്ട് ഇൻ ടൈംസ് ഓഫ് ഡിഫിക്കൽറ്റി we know our friends. നമ്മൾക്ക് എല്ലാം ഉള്ളപ്പോൾ, നമ്മൾക്ക് ഇഷ്ടം പോലെ our friends knows us, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മെ അറിയാം. നമുക്ക് നല്ല ജോലിയുള്ളപ്പോൾ, നമുക്ക് നല്ല സാഹചര്യമുള്ളപ്പോൾ, നമുക്ക് നല്ല വണ്ടിയുള്ളപ്പോൾ, നമ്മൾക്കുള്ള എല്ലാ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾക്കുള്ളപ്പോൾ our friends knows us. അവരെല്ലാം വളരെ ക്രെഡിറ്റ് ആണ്, എന്റെ ഫ്രണ്ടാണ് ഇന്ന ആളെന്ന് പറയാം. എന്നാൽ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പാളിച്ച, അല്ലെങ്കിൽ ഒരു ചെറിയ തകർച്ചയുടെ അല്ലെങ്കിൽ ദുഃഖത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽറ്റിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, then we know who is our real friend. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇത് മറ്റുള്ളവരെ കുറിച്ചാണ് നാം ചിന്തിക്കാറുള്ളത്. എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നപ്പോൾ അവരെ ആരെയും കണ്ടില്ല. എന്നാൽ അവനൊരു ആവശ്യം ഉണ്ടായപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നോ എന്ന് നമ്മെ തന്നെ ചിന്തിക്കും. അവന്റെ ഷൂവിൽ നാം നിന്ന് നമ്മൾക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി. പ്രിയപ്പെട്ടവരെ, ഈ തണുപ്പിക്കലിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്, അത് കണ്ടെത്തലിന്റെ അല്ലെങ്കിൽ റീച്ച് ഔട്ട് ചെയ്ത് മറ്റുള്ളവരെ തേടി പോകേണ്ട ശുശ്രൂഷയാണ്. കേവലം അവരുടെ നന്മകളിൽ നാം അവരെ കണ്ടെത്തുന്നവരായിട്ടല്ല, മറിച്ച് അവരുടെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ, അവരായിരിക്കുന്ന വിഷമ ഘട്ടത്തിൽ അവരെ പോയി കണ്ടെത്തുവാനായിട്ട് നമ്മൾക്ക് ഇടയാകട്ടെ. സഭാപ്രസംഗിൽ 7-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവിടെ ജ്ഞാനിയെ കുറിച്ചും മൂഢനെ കുറിച്ചും നമ്മൾക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയും. അവിടെ നാം വായിക്കുന്നത്, ജ്ഞാനി അവൻ വിലാപഭവനത്തിൽ, മൂഢൻ സന്തോഷത്തിന്റെ അവസ്ഥയിലായി. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾക്ക് വിലാപത്തിന്റെ അവസ്ഥയിലേക്ക് പോകുവാനായിട്ട് താല്പര്യം, സന്തോഷത്തിന്റെ അവസ്ഥയിലേക്കാണ് നമുക്ക് എല്ലാവർക്കും പോകാനായിട്ട് താല്പര്യം. എന്നാൽ
ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കുവാൻ, കഷ്ടമനുഭവിക്കുന്നവരോട് കഷ്ടമനുഭവിക്കുവാൻ, അവരുടെ ദുഃഖത്തിൽ നമ്മൾക്കും പങ്കാളികളായി തീരുവാനായിട്ട് നമ്മൾക്കിടയാകട്ടെ. ഈ തണുപ്പിക്കലിന്റെ ശുശ്രൂഷ അത് കണ്ടെത്തലിന്റെ ശുശ്രൂഷയാണ്. ഒനേസിഫോറോസ് തന്റെ ജീവിതത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവനെ കണ്ടെത്തുവാൻ, അവനെ തിരഞ്ഞു വരുവാൻ, അവനെ ദൂരം യാത്ര ചെയ്ത് അവന്റെ അടുത്തേക്ക് വരുവാനായിട്ട് ശ്രമിച്ച് ബന്ധപ്പെടുന്ന ഒരു ഒനേസിഫോറോസിനെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. തന്നെ തിരയുന്ന, ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് പോയി പൗലോസിനെ കണ്ടെത്തുന്ന ഒരു ഒനേസിഫോറോസ്. ഇവിടെ ഒരു ദിവസങ്ങൾ ആ നിലയിൽ മറ്റുള്ളവരെ കണ്ടെത്തുവാൻ, അവരെ തിരയുവാൻ, അവർക്ക് വേണ്ടി സ്വല്പമെങ്കിലും ഒരു കഷ്ടം അനുഭവിക്കുക, നമ്മുടെ ജീവിതത്തിലുള്ള ഒരു സുഖം അവർക്ക് വേണ്ടി നമുക്ക് സാക്രിഫൈസ് ചെയ്യുവാനായിട്ട് ഇടയാകുമെങ്കിൽ അത് നമ്മുടെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാക്കി. രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ഒനേസിഫോറോസിന്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നമുക്ക് രണ്ടാമതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്, we must constantly and practically serve others. സ്ഥിരതയോടും പ്രായോഗികതയോടും കൂടെ നാം മറ്റുള്ളവരെ ശുശ്രൂഷ ചെയ്യണം. 16-ാമത്തെ വാക്യത്തിൽ നാം അവിടെ കാണുന്നത്, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോറോസ്. പലപ്പോഴും എന്നെ തണുപ്പിച്ച ഒനേസിഫോറോസ്. ഓഫൺ റിഫ്രഷ്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പൗലോസിന് തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പല നിലകളിൽ ഒനേസിഫോറോസിനെ കുറിച്ച് ഈ തണുപ്പിക്കലിന്റെ അനുഭവം പറയുവാനായിട്ട് നമ്മൾക്ക് ആ നിലകളിൽ മറ്റുള്ളവരോടുള്ള ക്ലോസ്നെസ്, നമ്മൾക്ക് വേണ്ടപ്പെട്ടവരോടുകൂടെ മാത്രം നാം നിൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഒരു ദിവസങ്ങളിൽ മറ്റുള്ളവരെ കരുതുവാൻ, മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അവരെ അറിയുവാൻ, അവരിലേക്ക് നമ്മുടെ സാമീപ്യം നമുക്ക് കൊണ്ടുപോകുവാനായിട്ട് നമ്മൾക്ക് ഇടയാകണം. 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയും. ഇവിടെ പൗലോസ് തന്നെ കുറിച്ച് പറയുന്ന വേറൊരു വാക്യമാണ്, എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് പറയുമ്പോൾ പല നിലകളിൽ അവൻ ആവശ്യമുള്ള പല കാര്യങ്ങൾ ഈ ഒനേസിഫോറോസ് തനിക്ക് വേണ്ടി ചെയ്തു കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. ഇവിടെ ഈ സേർവ്ഡ് അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്തു എന്ന് പറയുന്ന വാക്ക്, അത് വരുന്ന വാക്ക് അതിന്റെ ഒറിജിനൽ ഡീക്കൻസ് എന്ന് പറയുന്ന ആ വാക്കിന്റെ ഒറിജിനലായ ഡയാക്കണോസ് എന്ന് പറഞ്ഞ ആ വാക്കിൽ നിന്ന് വരുന്ന അതേ വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മീൻസ് ശുശ്രൂഷ ചെയ്യുക, മറ്റുള്ളവരെ സേവിക്കുക. പൗലോസിനെ സേവിക്കുന്ന, അവന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഒനേസിഫോറോസിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അവന് വേണ്ടി എന്തെല്ലാമായി തീർന്ന അവന്റെ ആവശ്യങ്ങൾ, ജീവിതത്തിന്റെ വിവിധമായ നിലകളിൽ അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഒനേസിഫോറോസിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട്. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മക്കദോന്യ സഭയെ കുറിച്ച് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയും. അവർക്ക് ലഭിച്ച ദൈവകൃപയെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. താഴോട്ട് വായിക്കുമ്പോൾ നാം അവിടെ വായിക്കുന്നത്, അവർക്കുള്ള പ്രാപ്തിക്കും അനുസരിച്ച്, പ്രാപ്തിക്ക് മീതെയും അവര് ശുശ്രൂഷ ചെയ്തതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട്, പൗലോസ് അവിടെ ടെസ്റ്റിഫൈ ചെയ്യുന്നതായിട്ട്, അവിടെ സാക്ഷി പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. നാം പലപ്പോഴും ചിന്തിക്കാറുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് ഞാൻ രാവിലെ ഈ വാക്യങ്ങൾ ഞാൻ ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത്, പ്രാപ്തിക്ക് മീതെ നാം പലപ്പോഴും പ്രാപ്തിക്ക് അനുസരിച്ച് നാം ചെയ്യുന്നവരാണ്. നല്ല കാര്യം. എന്നാൽ ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നത്, ചിലപ്പോൾ നമ്മൾക്ക് കഴിയുന്നതിനും അപ്പുറമായിട്ട് ഒരു സ്റ്റെപ്പ് കൂടെ കടന്നു നമ്മൾക്ക് ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് പല നിലയിലുള്ള സാഹചര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. നമ്മൾക്ക് നല്ല വിദ്യാഭ്യാസം ദൈവം തന്നിട്ടുണ്ട്, നല്ല ജോലികൾ നമ്മൾക്ക് ദൈവം തന്നിട്ടുണ്ട്, നല്ല കുടുംബത്തെ ദൈവം തന്നിട്ടുണ്ട്, നല്ല കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ട്, നല്ല ജീവിത സാഹചര്യങ്ങൾ ദൈവം നമ്മൾക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ ദൈവനാമോദത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നു. ഇന്ന് രാവിലെ ഈ ദൈവത്തിന് മുമ്പാകെ നാം ഇരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയേണ്ടത്, നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള വാക്യങ്ങളാണ്. ദൈവത്തിന് വേണ്ടി നമ്മൾക്ക് ചെലവാകുവാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മൾക്ക് ഇടയാകുന്നു. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ദൈവത്തിന് വേണ്ടി, ദൈവ വേലയ്ക്ക് വേണ്ടി ഞാൻ ഒത്തിരി കൊടുക്കുന്നവരാണ്. നമ്മൾക്ക് ലഭിക്കുന്ന ഭൗമികമായ നന്മയിൽ നിന്ന് കൃത്യമായി വേർതിരിച്ച് കൊടുക്കുന്നവരൊക്കെ ആയിരിക്കും നാം എല്ലാവരും. അതൊക്കെ നല്ല കാര്യമാണ്. എന്നാൽ
നമ്മൾക്ക് ലഭിക്കുന്ന സമയം, അതിന്റെ ഒരു ദശാംശം ദൈവത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് ഈ നാളുകളിൽ കഴിയുന്നുണ്ട്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പൂർവികർ, ഇതൊക്കെ അവരുടെ ജീവിതത്തിന്റെ വിവിധമായ തുറകളിൽ അവർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതിന്റെ നന്മകളാണ് മക്കളായി നമ്മളൊക്കെ അനുഭവിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തെ നോക്കിയും നമ്മുടെ തലമുറകൾക്ക് ഇത് പറയുവാനായിട്ട് ഉണ്ടാകും. 8-ാം അധ്യായത്തിന്റെ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവർക്ക് ഇങ്ങനെ ചെയ്യുവാനായിട്ട് കഴിഞ്ഞത്, പ്രാപ്തിക്കും മീരെയും അവർക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരവരെ തന്നെ ദൈവത്തിന് വേണ്ടി നമ്മൾക്ക് നമ്മെ തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ, നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് ഇടയാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ നാം ദൈവത്തിന് വേണ്ടി എത്രമാത്രം നാം സമർപ്പിക്കുന്നു, നമ്മൾക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനായിട്ട് ഇടയാകട്ടെ. 2022 നമ്മെ വിട്ട് കടന്നുപോയി. 23-ന്റെ 5-ാമത്തെ മാസവും നമ്മെ വിട്ട് കടന്നു പോകാനായിട്ട് പോവുകയാണ്. 22-ന്റെ അവസാനം ഡിസംബർ 31 പറഞ്ഞ അതേ സാക്ഷ്യം തന്നെയാണോ നാം ഡിസംബർ 23 ഡിസംബറിന്റെ 31 പറയാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്? അതേ വാക്യം തന്നെ വായിച്ച് ദൈവം നല്ലവനും വിശ്വസ്തനായ ഞാൻ അവിശ്വസ്തനായ. പ്രിയപ്പെട്ട ദൈവം നമ്മെ കുറിച്ച് ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ കേൾക്കുവാനല്ല നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, മറിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ്, ഒരർത്ഥം ഉണ്ടാകുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. പ്രിയപ്പെട്ട ഓരോ ദിവസങ്ങളിൽ ആ നിലയിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒരു ദിവസങ്ങളിൽ സ്ഥിരതയോടും പ്രായോഗികമായിട്ടുള്ള ക്രിസ്ത്യ സേവനം ചെയ്യുവാനായിട്ട് ഈ ഒനേസിഫറസിനെ പോലെ ആ നിലകളിൽ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനായിട്ട്, മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. മൂന്നാമതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് we must accept and empathize with others. മറ്റുള്ളവരെ അംഗീകരിക്കുകയും സഹാനുഭൂതി കാണിക്കുവാനായിട്ട് നമുക്ക് കഴിയും. 17-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഈ ഒനേസിഫറോസ് അപ്പോസ്തലനായ പൗലോസ് താനായിരിക്കുന്നത് താൻ ചങ്ങലയിലാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവര് ആരെങ്കിലും ഈ നിലയിൽ ഒക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ കൂടെ പിടിച്ചു അകത്തിടും എന്നുള്ള ആ ഒരു പേടിയിൽ ഒക്കെ നമ്മൾ ഇങ്ങനെ മാറിയൊക്കെ നിൽക്കുന്ന അനുഭവങ്ങളുണ്ടാകും. എന്നാൽ മറ്റുള്ളവരെ കുറിച്ച് ആ നിലയിൽ ലജ്ജിക്കാതെ അവരെന്റെ സഹോദരനാണ്, അവരെന്റെ പ്രിയനാണ് എന്നുള്ള ആ ബോധം നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയാകട്ടെ. പൗലോസിനെ കുറിച്ച് ആ നിലയിലുള്ള ചിന്തയും ഭാരവും കൺസേണും അവനുണ്ടായത്. അതുകൊണ്ടാണ് ഇത്ര ദീർഘദൂരം താൻ യാത്ര ചെയ്തത്. ഈ റോമിലെ കാരാഗ്രഹത്തിലേക്ക് വന്നു തന്നെ തിരഞ്ഞ് അവന്റെ അവസ്ഥയിൽ അവനെ യാതൊരു മടിയുമില്ലാതെ അവനെ അംഗീകരിക്കുവാനും അവനെ കാണുവാനുമായിട്ട് തന്നെ പ്രേരിപ്പിച്ചു. യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ജോബ് ചാപ്റ്റർ 2 verse 11 to 13. വായിച്ചു. അവിടെ നാം വായിക്കുന്നത്, നിങ്ങൾ എല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസങ്ങൾ. യോബിന്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നമുക്ക് 3 സ്നേഹിതന്മാരെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. 2-ാം അധ്യായത്തിൽ നാം 3 സ്നേഹിതന്മാരെ കാണും. തുടക്കത്തിൽ യോബിനൊപ്പം നിൽക്കുന്ന 3 സ്നേഹിതന്മാർ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഒടുവിൽ അവരുടെ നിറമാറുന്നതായിട്ട് നാം കാണും. 16-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം വായിക്കുന്നത് വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ, മിസറബിൾ കംഫോർട്ടേഴ്സ്. നമ്മുടെ ജീവിതം ആ നിലയിൽ മിസറബിൾ കംഫോർട്ടേഴ്സ് ആയിട്ട് മറ്റുള്ളവർക്ക് തീരുമാനമായിട്ട് ഇടയായിട്ടുണ്ടോ? തിരിഞ്ഞു നോക്കുവാനായിട്ട് ഈ അവസരം ദൈവം നമ്മെ ഉപയോഗിക്കുന്നത്. മറ്റുള്ളവരെ നമ്മുടെ വാക്കുകൾ കൊണ്ട്,
നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ മനോഭാവം കൊണ്ട്, നമ്മുടെ ഇടപാടുകൾ കൊണ്ട് ഒരു നിലയിൽ അവസരിപ്പിക്കുവാനായിട്ട് ഇടയാകുന്നു. നമ്മുടെ ജീവിതം ആ നിലയിൽ വരും ദിവസങ്ങളിൽ മറ്റുള്ളവരെ അംഗീകരിക്കുവാനും അവരെ കരുതുവാനും അവരോട് സഹാനുഭൂതിയുള്ളവരായിട്ട്, അവരോട് കൂടെ എമ്പതി കാണിക്കുന്നവരായിട്ട്, അവരെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ഇടയാകട്ടെ. ഒനേസിഫോറോസ് തന്റെ ജീവിതത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ഉള്ള ബന്ധത്തിൽ തനിക്ക് ആ നിലയിൽ തനിക്ക് കരുതുവാനായിട്ട് ഇടയായി. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുക, കരയുന്നവരോടുകൂടെ കരയുക. സന്തോഷിക്കുന്നവരോടുകൂടെ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നു. കരയുന്നവരോടുകൂടെ ഇതിൽ രണ്ടിലേതാ എളുപ്പം? സന്തോഷിക്കുവാനാണോ കരയാനാണോ? കരയാനാണ് എളുപ്പം. ഒരു ചെലവൊന്നും കരഞ്ഞാൽ മതി. എന്നാൽ സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാൻ ഇച്ചിരി പാടാണ്. അവനൊരു നല്ല കാർ മേടിച്ചു, മറ്റേ നമ്മുടെ സഹോദരന് നമ്മൾ കിയ സെൽറ്റോസ് പുതിയ വണ്ടികൾ നമ്മൾ ഇവിടെ മാരുതിയുമായിട്ടൊക്കെ നടക്കും. പുതിയ വണ്ടികൾ BMW അങ്ങനെയുള്ള അവരോടുകൂടെ സന്തോഷിക്കുവാനായിട്ടൊക്കെ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും സാധിക്കും. സന്തോഷിക്കുന്നവരോടുകൂടെ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. അവരുടെ സന്തോഷത്തിൽ നമ്മൾക്ക് പങ്കാളികളായി തീരുവാൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു സന്തോഷം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ മകനൊരു ജോലി കിട്ടി, ഇപ്പൊ കെവിനിക്ക് ഒരു ജോലി കിട്ടി, എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ പോലെ എന്റെ കൂട്ടു സഹോദരന്റെ, ഐസക് സഹോദരന്റെ അല്ലെങ്കിൽ ജോൺസൺ സഹോദരന്റെ മകനൊക്കെ ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു നന്മ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ആ നിലയിൽ ഉണ്ടാകുമ്പോൾ, എന്റെ എന്നുള്ള ആ മനോഭാവത്തിൽ നമ്മൾക്ക് ചിന്തിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയും. നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് നാം ദുഃഖിക്കുന്നവരോടുകൂടെ നാം ദുഃഖിക്കണം. അവരുടെ പ്രയാസത്തിൽ നാം അവരോട് ചേർന്ന് നിൽക്കണം. ഇതൊക്കെ ശരിയാണ്. എന്നാൽ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടാകുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പൗലോസിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒനേസിഫോറോസിന് പറയുവാനായിട്ടുള്ളത്, അവന്റെ ദുഃഖത്തിൽ അവന്റെ സന്തോഷത്തിൽ തന്നോട് ചേർന്ന് നിന്ന ഒരു ഒനേസിഫോറോസിനെ നമ്മൾ കാണാൻ. നമ്മുടെ ജീവിതം ആ നിലയിൽ അർത്ഥമുള്ളതായി തീരുവാനായിട്ട് നാലാമതായിട്ട് ഒരു കാര്യം കൂടെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നാലാമത്തെ കാര്യം, we must accept different kinds of inconvenience. ഈ നിലയിൽ മറ്റുള്ളവരെ കരുതുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇൻകൺവീനിയൻസസ്, ചിലപ്പോൾ നമ്മുടെ കംഫോർട്ട് സോണുകളിൽ നിന്ന് നമുക്കൊന്ന് പുറത്തോട്ട് വരേണ്ട അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവിടെ നാം വായിക്കുന്നത്, അവൻ എഫെസോസിൽ നിന്ന് റോമിലേക്ക് താൻ യാത്ര ചെയ്തു എന്ന് മനസ്സിലാക്കി. ഏകദേശം 2000 കിലോമീറ്ററോളം ദൂരെ താൻ ആ സമയത്ത് താൻ യാത്ര ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നത്തെ പോലെ മെട്രോയോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. ഒരുപക്ഷെ താൻ കപ്പൽ വഴിയായോ കാൽനടയായോ ഒക്കെ ദീർഘദൂരം യാത്ര ചെയ്ത് താൻ കഷ്ടപ്പെട്ട് തന്റെ കൂട്ട സഹോദരനെ കാണുവാനായിട്ട് യാത്ര ചെയ്യുന്ന മറ്റുള്ളവരെ കരുതുവാനായിട്ട്, അവരുടെ അവസ്ഥയിലേക്ക് അവരെ നാം സന്ദർശിക്കുവാനായിട്ട് നാം ചെല്ലുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ, ജീവിതത്തിന്റെ സുഖകരമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. 1:17 തന്നെ തിരഞ്ഞു കണ്ടെത്തുന്ന ഒനേസിഫോറോസ് എന്ന് ഞാൻ പറയുന്നുണ്ട്. അതും ശ്രമകരമായ ഒരു ദൗത്യമാണ്. കാരണം താൻ ഏത് അവസ്ഥയിലാണ്, എവിടെയാണ് ആയിരിക്കുന്നത് എനിക്കറിയത്തില്ല. ദൂരം യാത്ര ചെയ്ത് വന്ന് തന്നെ കണ്ടെത്തുന്ന ഒരു ഒനേസിഫോറോസ്. അത് മാത്രമല്ല, തന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ നാം ആദ്യമേ വായിച്ച വാക്കുകളാണ്. തന്റെ കുടുംബത്തെ ഓർക്കുന്ന ഒരു പൗലോസിനെ നമുക്കിവിടെ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ കുടുംബജീവിതം ദൈവം സ്ഥാപിച്ചതാണ് കുടുംബം. എന്നാൽ ശുശ്രൂഷയിൽ സഹോദരങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ സഹോദരിമാർക്ക്, കുടുംബാംഗങ്ങൾക്ക് വളരെ ഉത്തരവാദിത്വം അതിനകത്ത് പങ്കുവെക്കും. നമ്മൾക്ക് ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നാം വായിച്ച് നാം ചിന്തിച്ചത്, തന്റെ കുടുംബത്തെ കർത്താവ് കരുണ നൽകുമാറാകട്ടെ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്, തന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ തനിക്ക് പലപ്പോഴും അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ തനിക്ക് സാക്രിഫൈസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ പല നിലകളിൽ അവരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
പ്രിയപ്പെട്ടവരെ, ദൈവവേലയോടുള്ള ബന്ധത്തിൽ, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ സഹോദരങ്ങൾ മുമ്പോട്ട് പോകുന്നു. അവരെ കൈത്താങ്ങൽ കൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ മുമ്പോട്ട് പോകുവാനായിട്ട് നയിക്കുകയും ചെയ്യേണ്ടത് കുടുംബങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ ആ നിലകളിൽ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ആ നിലയിൽ ആത്മീയ ശുശ്രൂഷകളിൽ കൈത്താങ്ങൽ കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പൗലോസ് കുറിച്ച് നല്ല ട്രമൻഡസ്ലി അപ്രീഷിയേറ്റ് ചെയ്യുന്ന ടെസ്റ്റിമണിയാണ് പറയുന്നത്. വളരെ അപ്രീഷിയേറ്റ് ചെയ്യും. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇതുപോലുള്ള അപ്രീസിയേഷൻസ് ഒന്നും കിട്ടുന്നില്ല. നാം ചെയ്യുന്നത് ഒരുപക്ഷെ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ പറയേണ്ട അവസ്ഥ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു, എന്നിട്ട് ഒരു വാക്ക് പോലും, നന്ദിയുടെ വാക്ക് പോലും ആരും ഒന്നും പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം മറ്റുള്ളവരെ ശുശ്രൂഷ ചെയ്യുവാൻ പറയുമ്പോൾ ഒരുപക്ഷെ അത് അപ്രീസിയേഷന്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ല എന്ന് തോന്നേക്കാം. എന്നാൽ ഒരിക്കലും മടിച്ചു പോകാതെ, ഒരിക്കലും തണുത്തു പോകാതെ മുമ്പോട്ട് പോകാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. അതിന് ഏറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ സ്വന്തത്തിലേക്ക് സ്വന്തമായ ഒരു പ്രിയപ്പെട്ടവരെ, നാം മറ്റുള്ളവരിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ, അവർക്ക് വേണ്ടി നാം കരുതും, അവർക്ക് വേണ്ടി നാം ശുശ്രൂഷ ചെയ്യുമ്പോൾ, അവരെ സ്നേഹിക്കുമ്പോൾ, അവരെ നാം ബഹുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവവേലയിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഒരുപക്ഷെ അപ്രീസിയേഷൻ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വന്നില്ല എന്ന് തോന്നേക്കാം. എന്നാൽ അവിടെയൊന്നും നമ്മൾക്ക് തണുത്തു പോകുവാൻ, അവിടെയൊന്നും നമ്മുടെ പ്രവർത്തനം നിന്നു പോകുവാനായിട്ട് ഇടയായി. ജീവിതം അതാണ് നമ്മെ. കൂടുതലായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട്, വി മസ്റ്റ് ഫോക്കസ് ഓൺ അവർ, നമ്മുടെ പ്രതിഫലം ലക്ഷ്യമുള്ളവരായി നാം പ്രവർത്തിക്കും. 12ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും, ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവിന്റെ സംഗതി വരുന്നില്ല. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാനായിട്ട് സംഗതി വരും. പ്രിയപ്പെട്ടവരെ, ഒനേസിഫോറസിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസിന് ഓർക്കുവാനായിട്ടുള്ളത് ഇതാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം ഓരോരുത്തരും നിൽക്കുവാനായിട്ട് നാം ചെയ്തത് അതിനെ നാം കണക്ക് ബോധിപ്പിക്കുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുവാനായിട്ട് രാവിലെ നമ്മൾക്ക് അത് നമ്മെ ശോധന ചെയ്യുവാനായിട്ട് ഇടയാകും. ഇബ്രാഹിം 6-ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും. ഹീബ്രൂസ് ചാപ്റ്റർ 6 വേഴ്സ് 10. ദൈവം നിങ്ങളുടെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാൽ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം എവിടെ നാം ചെയ്തത് ഒന്നും മറന്നു കളയുവാനായിട്ട് അനീതിയുള്ള നാം അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായിട്ട് ഇടയായി. അവനൊരിക്കലും നാം ചെയ്യുന്നത് മറക്കുന്നവനല്ല. എന്നാൽ നാം മറക്കാതെ അവൻ ഓർക്കുവാനായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ഇടയാകും. നമ്മുടെ ജീവിതം വളരെ ക്ഷണികമാണ്. നാം ഇന്ന് രാവിലെ അവനെ ആരാധിച്ചപ്പോൾ പ്രിയ സഹോദരൻ നാം സങ്കീർത്തനത്തിൽ അതാണ് മത്തിനെ ഓർക്കുവാനായിട്ട് 144-ാം സങ്കീർത്തനത്തിൽ നാം അതാണ് 90-ാം സങ്കീർത്തനത്തിൽ നാം വളരെ ക്ഷണികമായ ജീവിതം. അത് എത്രയും വേഗം കടന്നു. നാം ഓരോ ദിവസവും രാവിലെ ഓരോ ന്യൂസുകൾ നിൽക്കുന്നു. നമ്മുടെ പല പ്രിയപ്പെട്ടവര് ആകസ്മികമായി പെട്ടെന്ന് നാം ചിന്തിക്കാതെ ഇരിക്കുന്ന സമയങ്ങളിൽ കടന്നു. ഈ ജീവിതം അത് നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് എത്ര നാള് ഈ ലോകത്തിലുണ്ട് എന്ന് നമുക്കറിയാം. ദൈവം തന്നിരിക്കുന്ന ജീവിതം, ആ ജീവിതം അവന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട്, അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന റിസോഴ്സസ്, ടൈം, മണി ആൻഡ് ഹെൽത്ത്, ഇതൊക്കെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താതെ നമ്മിൽ തന്നെ അത് സൂക്ഷിച്ചു വയ്ക്കുന്നവരായിട്ട് ജീവിക്കുന്നു. നാം അതായത് സുശേഷത്തിൽ താലന്തുകളെ കുറിച്ച് നമുക്കുള്ള ഒന്നും ആ താലന്തുകൾ കൊടുത്തതിന് ശേഷം ഒടുവിൽ അതിന്റെ കണക്ക് ബോധിപ്പിക്കുന്ന ഒരവസ്ഥ. നല്ലവൻ വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്കുന്നു. നമുക്കിടയാകുമോ അതോ ഏറ്റവും കരച്ചിലും പല്ലുകഴിയുമുള്ള ആ പുറത്തെ അവസ്ഥയിലേക്ക് നാം തള്ളപ്പെടുന്ന അവസ്ഥയാണ്.
നമ്മുടെ ജീവിതം അങ്ങനെ ഇടയാകാതെ നമുക്ക് ഇടയാകട്ടെ. മറ്റുള്ളവരെ തണുപ്പിക്കുന്നവരാണ്. പൗലോസിന്റെ ജീവിതം നമ്മെ വെല്ലുവിളിക്കുക. നമ്മുടെ ജീവിതം നമ്മളിൽ ഒക്കെ ഓരോ പൗലോസ് ഉണ്ടാകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ നിലയിൽ നമ്മുടെ ജീവിതത്തിലൂടെ അവരെ മോദപ്പെടുത്തുവാൻ നമുക്കിടയാകട്ടെ. മറ്റുള്ളവരെ തണുപ്പിക്കുവാൻ, അവരെ കണ്ടെത്തുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരുടെ ഇടയിലേക്ക് കടത്തിയിടുവാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ സഹോദരങ്ങളെ ആ നിലയിൽ കരുതുവാൻ, ആവശ്യങ്ങളുടെ മുഖത്തിരിക്കുന്നവരെ പോയി കാണുവാൻ, അവനെ കണ്ടെത്താത്തവരെ പോയി കണ്ട് അവരോട് ഈ സുവിശേഷം പറയുക, അവരെ ഇതിലേക്ക് നയിക്കുവാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ ജീവിതത്തിലൂടെ അർത്ഥമുണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. വേണ്ട ദിവസം ആ നിലകളിൽ അവന് വേണ്ടി മഹത്തരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നിലയിൽ കടന്നു നിന്ന് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാനും ഈ നിലയിൽ അല്പമായ നിലയിൽ ദൈവവചനം ശ്രദ്ധിക്കുവാനും ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മോദപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ നിലകളിൽ അവസരം തന്ന സഭയോടും ചുമതലക്കാരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവനാമം എന്നേക്കും. Great is thy faithfulness. Great is thy faithfulness. Morning by morning new mercies I see. All I have needed thy hand hath provided. Great is thy faithfulness, Lord, unto me. 3:29. Great is thy faithfulness. Great is thy faithfulness. Morning by morning new mercies I see. All I have needed thy hand hath provided. Great is thy faithfulness, Lord, unto me. Great is thy faithfulness, O God my Father. There is no shadow of turning with thee. Thou changest not thy compassions, they fail not. As thou hast been, thou forever will be. Great is thy faithfulness. Great is thy faithfulness.